അവിടെ നിന്ന് ജെയിനും ചേരുന്നുണ്ട്. ജയന, ഇപ്പോൾ അവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു, ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. കൂട്ടിലേക്ക് ആന എത്തി. ആദ്യഘട്ടം വിജയകരമായിരുന്നു. അതിമാരകമായ ഒരു മുറിവിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആനയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? ഇനിയുള്ള തുടർ നടപടികൾ എന്തെല്ലാമാണ് ജെയിൻ? മാർഷൽ, തീർച്ചയായിട്ടും വലിയ ആഴത്തിലുള്ള മുറിവാണ്, നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു മുറിവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തു നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ആനയെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതിൻ്റെ മുറിവ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആരോഗ്യം തൃപ്തികരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ആഴത്തിലുള്ള മുറിവാണ്. അപ്പം പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വിദഗ്ധ ചികിത്സയിലേക്ക് പോകേണ്ട ഒരു ഘട്ടത്തിലേക്കാണ്. അത് ഡോക്ടറായിരിക്കും തീരുമാനിക്കുക. എന്ത് ചികിത്സ എത്ര നാൾ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഡോക്ടറായിരിക്കും. എന്തായാലും ഇപ്പോൾ സുരക്ഷിതമായ കൂടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും അടുത്തു നിന്നുള്ള ആനയുടെ ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കറിയാം, രാവിലെ മയക്കുവെടി വെച്ചപ്പോൾ മയങ്ങി വീണിരുന്നു. സാധാരണ മയക്കുവെടി വെക്കുമ്പോൾ ആനകൾ മയങ്ങി വീഴാറില്ല. പക്ഷേ ഈ ആന അതിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള ദുർബലാവസ്ഥ കൊണ്ടായിരിക്കും മയങ്ങി വീണിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ DFO ആയിട്ട് സംസാരിച്ചപ്പോൾ DFO പറഞ്ഞത് ആദ്യം ഒരു ആശങ്കപ്പെട്ടിരുന്നു. അത് മയങ്ങി വീണപ്പോൾ അതിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് ഒരു ഭീതി ഉണ്ടായിരുന്നു. പക്ഷേ മയങ്ങി വീണ ആന കൂർക്കം വലിച്ചുറങ്ങുന്നത് കേട്ടപ്പോൾ ഒരു സമാധാനമായി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ആൻറ്റിഡോട്ട് കൊടുത്തതിന് ശേഷം ആന വീണ്ടും അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൂട്ടിലുള്ളപ്പോഴും പൂർണ്ണമായും ക്ഷീണിതനാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആന ഈ കൂടിലെ മരത്തടികളിലേക്ക് തലവെച്ച് നിൽക്കുകയാണ്. ഇതുവരെ ഭക്ഷണം കൊടുത്തിട്ടില്ല, പക്ഷേ ശരീരം തണുപ്പിച്ചിട്ടുണ്ട്. വെള്ളമൊഴിച്ച് ശരീരം തണുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം ചികിത്സയാണ്. ആ മുറിവിൻ്റെ ആഴം വെച്ച് മാസങ്ങൾ വേണ്ടി വരും, അല്ലെങ്കിൽ ആ ചികിത്സ മാസങ്ങളെടുത്ത് മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിനുശേഷം ഈ ആനയെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഇതുവരെ വനംവകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല. ഈ അഭയാരണ്യത്തിൽ തന്നെ നിർത്തണോ അതോ അല്ലെങ്കിൽ അതിൻ്റെ പഴയ ആവാസ മേഖലയിലേക്ക് തിരിച്ചുവിടണോ, ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ ആവാസ മേഖലയിലേക്ക് തന്നെ തിരിച്ചുവിടാനാണ് കൂടുതൽ സാധ്യത. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടിലടക്കുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നിയമപരമായിട്ടുള്ള സാധിക്കില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് തന്നെ വിലയിരുത്തും. എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത് ചികിത്സ നൽകുകയാണ്. ആ ചികിത്സയ്ക്കുള്ള ആരംഭം കുറിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആ മുറിവ് വൃത്തിയാക്കിയപ്പോഴാണ് അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത്. നേരത്തെ ചെളിയും മറ്റുമൊക്കെ കീറി അടഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ആ ചെടിയൊക്കെ നീക്കം ചെയ്ത് അതിലെ പഴുപ്പൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്, മരുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ തുടർ ചികിത്സയാണ്. തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ജെയിൻ, ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ആദ്യം നടത്തുക. അതിനുശേഷമാണോ മരുന്നുകളിലേക്ക് അടക്കുകയും? ആ മുറിവിൻ്റെ ആഴം കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ഭയപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ജെയിൻ സൂചിപ്പിച്ച പോലെ ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ വേണ്ടിയും വരും. ഇതെങ്ങനെയാണ് ഇപ്പോൾ ആനയുടെ ഇത്രയും വലിയ മുറിവാണ്, അതിന് ഏത് രീതിയിലുള്ള ഒരു ചികിത്സാ ക്രമമായിരിക്കും അവലംബിക്കുക? ഡോക്ടർ അരുൺ സക്കറിയ അതിനെക്കുറിച്ചോ ആനയുടെ ആരോഗ്യത്തെക്കുറിച്ചോ അടുത്ത നിമിഷങ്ങളെങ്ങാനും പ്രതികരിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ടോ? പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. കുറച്ചുകൂടി അത് ഈ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങേണ്ടതുണ്ട്. കാരണം ഇത്രയും നാൾ കാട്ടിൽ ജീവിച്ച ഒരു ആനയാണ്. നമ്മൾ നേരെ പിടിച്ചുകൊണ്ട് വന്ന് കൂട്ടിലടച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കഴിക്കണമെന്നില്ല. അതിന് ലഭിച്ചിരുന്ന, അത് സ്വയം കഴിച്ചിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ഇണങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ചികിത്സ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മുറിവ് ക്ലീൻ ചെയ്ത് അതിൽ മരുന്ന് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇനി അതിൻ്റെ തുടർ ചികിത്സയാണ്. ആ മരുന്ന് അണുബാധ ഉണ്ടാകാതിരുന്നാൽ തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. മുറിവ് നമ്മൾ അടുത്തു നിന്ന് നോക്കിയാലാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുക. വളരെ വലുപ്പമുള്ളതാണ്, ആഴത്തിലുള്ളതാണ്. അത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതൽ അണുബാധ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയേണ്ടി വരും. സ്വാഭാവികമായും അണുബാധ ഉണ്ടായില്ലെങ്കിൽ തന്നെ അത് മനുഷ്യനെ പോലെയല്ലോ, കുറച്ചുകൂടി ക്യൂറിങ് അല്ലെങ്കിൽ അത് ഭേദമാകുന്ന ഒരു സാഹചര്യം
മൃഗങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പക്ഷേ അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അണുബാധ ഉണ്ടാകുക എന്നത് തീർച്ചയായിട്ടും വെല്ലുവിളിയാണ്. ആനയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് അടുത്തു നിന്ന് നോക്കുമ്പോൾ വലിയ ക്ഷീണമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ മുറിവ് വെച്ചിട്ട് അതിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആന ചത്തുപോകാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു. സംശയം, ഈ ആനയ്ക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് മസ്തകത്തിനേറ്റ മുറിവ് മാത്രമാണ്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? മറ്റെന്തെങ്കിലും മുറിവുകൾ ആനയുടെ ശരീരത്തിൽ വേറെ ഉണ്ടോ? വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആനയാണ് ഇതെന്നുള്ള എന്തെങ്കിലും കണ്ടെത്തൽ അരുൺ സക്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരൊറ്റ മുറിവിന്റെ അനാരോഗ്യാവസ്ഥ മാത്രമേ ഈ ആനയ്ക്കുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം? ചെറിയ ചെറിയ മുറിവുകളുണ്ട് പല സ്ഥലത്തായിട്ട്. അത് എന്ത് രീതിയിലുള്ള മുറിവുകളാണ് എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മുതുകത്തൊക്കെ ചില പാടുകളുണ്ട്. ആ പാടുകൾ എങ്ങനെ വന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള മുറിവ് ആ മസ്തകത്തിലുള്ള മുറിവ് മാത്രമാണ്. പക്ഷേ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഈ ഇത്തരത്തിൽ ചെറിയ ഉണങ്ങിയ പാടുകൾ, മുറിവേറ്റ് ഉണങ്ങിയ പാടുകളുണ്ട്. അതൊരു പക്ഷേ ഈ കാട്ടിലുണ്ടാകുന്ന ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കാം. അതോടൊപ്പം തന്നെ ഇത് ഭക്ഷണം തേടി സഞ്ചരിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം പലയിടത്തും അരിക്കൊമ്പന്റെ അടക്കം ശരീരം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ പെല്ലറ്റുകളുടെ എണ്ണമുണ്ട്. അതൊക്കെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു മേഖലയിൽ ഉണ്ടാകുന്ന വന്യജീവികൾക്ക് ഇത്തരം പരിക്കുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അത്തരം സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് സാധാരണ വനം വകുപ്പ് കരുതുന്നത്. ഒരുപക്ഷെ ഇതിനകത്ത് കാണുന്ന മറ്റു മുറിപ്പാടുകൾ അത്തരത്തിലുള്ളതാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധന ഒക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു ശാസ്ത്രീയമായ പരിശോധനയോടെ മാത്രമേ നമുക്ക് ആനയ്ക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിലെ ആ മുറിവ് അത് വലിയ ആഴത്തിലുള്ളതാണ്. എന്തായാലും അതിന് അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സാ നടപടിക്രമങ്ങളിലേക്ക് അധികം വൈകാതെ തന്നെ അതിൻ്റെ പ്രാഥമിക ഘട്ടം തുടങ്ങി കൂടുതൽ ചികിത്സയിലേക്ക് കടക്കുകയും ചെയ്യും. വേഗത്തിൽ ആനയെ ആരോഗ്യത്തോടെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത്.